SI ഇവിടെ ഇല്ല, SP-യുടെ ഓഫീസിലേക്ക് പോയിരിക്കാണ്. ആ ഇത് നെല്ല് കുത്തിയ പൊടിയരി, രാവിലെ കഞ്ഞിക്കുള്ളത്. അപ്പൊ അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞാ? ഇവിടെ കഴിഞ്ഞിട്ടില്ല. കടുമാങ്ങ. കടുമാങ്ങ വളരെ നല്ലതാണ്. പിന്നെന്താ ഉള്ളത്? ഇത് നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ എനിക്ക് ഇഷ്ടാണെന്നേ. ഇത് ഉപ്പിലിട്ടത്. ഉപ്പിലിട്ടത് എന്താണാവോ? ഇവിടെ 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 സാധാരണ എന്താ ഉപ്പിലിടുക? എന്തു വേണമെങ്കിലും ഉപ്പിലിടാം. എനിക്കറിയില്ല ആരെയാണ്. ഇതും നെല്ല് കുത്തിയ അരി. താൻ കുറവിലോട്ട് നെല്ല് കുത്തണം. നെല്ലല്ലാതെ അമ്പഴങ്ങ കുത്തി അരി ഉണ്ടാവും. ഇവനാരാ? അവൻ ആരാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ആരാ? ഞാൻ കുഞ്ഞിരാമ മേനോൻ. അയ്യ എന്തിനിത് കണ്ടാർജുടെ കുഞ്ഞിരാമനാണ്. ഇവിടുത്തെ SI ജയരാജിന്റെ അമ്മാവൻ കുഞ്ഞിരാമ മേനോൻ. ഒരു ഒറ്റ അടി വെച്ചെന്നാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് കുഞ്ഞിരാമൻ ചേട്ടനാണെന്ന്. ചായ കുടിക്കണോ സാറേ? ചായ വേണ്ട, പിരിയും. ചായ പിരിയില്ല. ചായ അല്ലടോ, ചായ അകത്ത് എന്നാൽ രണ്ടും കൂടി പിരിയും. മറ്റവൻ അപ്പോ ആ പുറത്ത് നിക്കണ കുട്ടി ആരാണാവോ? അതെന്റെ മോളാ. ഇത് കേസ് മറ്റേത് തന്നെ. എന്താ പരാതി എന്ന് വെച്ചാലേ അവിടെ ഒരു കംപ്ലൈന്റ് ബുക്ക് ഉണ്ട്, എഴുതി വെച്ചിട്ട് പോ. SI സ്ഥലത്തില്ല, വെറുതെ ഡിപ്പാർട്ട്മെന്റിന് പണി ഉണ്ടാക്കി വെക്കരുത്. എക്സ്ക്യൂസ് മീ, താൻ ഇവിടുത്തെ ആളാണോ? ഈ കാക്കി ട്രൗസറും ജീപ്പും കൂടി കണ്ടിട്ടേ എനിക്ക് എന്താ മുനിസിപ്പാലിറ്റിയിൽ തോട്ടിപ്പണിയാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ജയരാജ് സ്ഥലത്തില്ലേ? എന്തോ ജയരാജെന്ന് ഗുരുവായൂർ വെച്ച് ചോറ് കൊടുക്കാൻ നേരത്തെ നിന്റെ മടിയിലിട്ട് കൊഞ്ചിച്ച പേരാണല്ലോ. SIനെ കേറി ജയരാജെന്ന് വിളിച്ചാ ആരാണെന്ന് നിനക്കറിയോ? ആരല്ലേ? എനിക്കെന്ത് അല്ല, നീ അറിയണം. ഞാൻ കുഞ്ഞിരാമ മേനോൻ, SI ജയന്റെ അമ്മാവൻ, പത്മിനിയുടെ ജ്യേഷ്ഠൻ. ഇല്ല, ചുരുക്കേ പറയുന്നുള്ളൂ. ചുരുക്കി പറയണ്ട. ഇത് ജയരാജ് സാറിന്റെ അമ്മാവൻ, ഇത് ജയരാജ് സാറിന്റെ മുറപ്പെണ്ണ്. ജയരാജ് സാറ് കല്യാണം കഴിക്കാൻ നമ്മുടെ പെൺകുട്ടി. സാധനങ്ങൾ എടുത്ത് കാറിൽ വെക്കടാ. വേണ്ട, എന്റെ കാലെ പിടിക്കണ്ട. കാല് പിടിക്കാനല്ല, ഭരണി എടുത്തു വെക്കാനാ. ഓ, ശുദ്ധനാ. ഇവന്റെ പേരാ? പേരുത്തമൻ. അപ്പൊ ശുദ്ധൻ എന്ന് പറഞ്ഞ ദൈവമേ, നിഗര പരീക്ഷിക്കല്ലേ. സോറി. എടുത്തു വെക്കാൻ സാധനങ്ങൾ വെക്കടാ. ആഹാ, ഏട്ടനും ദേവിക്ക് ഇപ്പോഴേ വിസ കിട്ടിയുള്ളൂ ഇങ്ങോട്ടൊക്കെ പുറപ്പെടാൻ. വേഗം പിടിക്കടി. ഓ അതെ, രണ്ടുപേരും വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? രണ്ടും ഞാൻ കരുതിയിട്ടുണ്ട്. ഏട്ടൻ എന്തും കഴിക്കും. ഏട്ടൻ എന്തും കഴിക്കും. ഓക്കെ. ഈ കുട്ടി രക്തബന്ധത്തിലുള്ളവർക്കല്ലേ തിരിഞ്ഞു നോക്കാൻ നേരം ഇല്ലാത്തത്. പകരം ഗുരുവായൂരപ്പൻ കൊണ്ട് തന്നതാ. പെട്ടി സാധനങ്ങളൊക്കെ. ആ ലൗഡ് സ്പീക്കർ സാറിന്റെ അമ്മാവൻ, മറ്റത് ലൗഡ് സ്പീക്കറിന്റെ മകള്. സാറ് കെട്ടാൻ പോണ പെണ്ണ്. വാ. ഇതൊരു കാട്ടുമുക്കാ മോളെ. പത്മിനി, ജയനോട് എങ്ങനെയുണ്ട്? അവനായിട്ട് കുഴപ്പത്തിനൊന്നും പോവില്ല ഏട്ടാ. ആരെങ്കിലും കുഴപ്പത്തിന് വന്നാ വിട്ടുകൊടുക്കേയില്ല. അപ്പൊ അച്ഛന്റെ മോൻ തന്നെ. എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞു മൂപ്പര് കൊമ്പത്ത് കയറ്റി. അമ്മാവനിങ്ങ എത്തിയോ? നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു അമ്മാവന്റെ കൂടെ ഏതൊരു മുടി വളർത്തിയ ചെക്കനെന്ന്. എന്തു പറ്റി രണ്ടുപേരും കൂടെ ഒരു മുന്നറിയിപ്പില്ലാതെ? പത്രത്തിലുണ്ടായിരുന്നല്ലോ. ഓ, പോലീസുകാർ അക്ഷരവിരോധികളാണല്ലോ അല്ലേ? എടീ വെള്ളപ്പ, ഈ നാട്ടിലെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് മനുഷ്യന്മാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാ. ഇതൊന്നും പോലീസുകാർക്ക് അറിയില്ലെന്നുണ്ടോ? ഈ പറഞ്ഞതൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനീയർക്കും ബാധകമാണടി. ഓ, കണ്ടതും തുടങ്ങി രണ്ടും കൂടി. അതെ, ഇവന്റെ ഒരു വിവരമില്ലാത്തോണ്ട് ഇവളെ. അച്ഛാ, ആരും ഒന്നും പറയണ്ട. എനിക്കൊരു കാര്യം അറിഞ്ഞോ കൊള്ളാം. ഒന്ന് വരണം. ഇയാൾ എന്നെ കെട്ടുന്നുണ്ടോ? അങ്ങനെയാണല്ലോ കീഴ്വഴക്കം. ഉറപ്പെണ്ണല്ലേ, വേണമെങ്കിൽ കെട്ടാം. ഇല്ലടാ, പിന്നെ വേണമെങ്കിൽ കെട്ടാവുന്നതാണ്. ഇനി എന്നാണാവോ മൂത്ത് മൂത്ത് നട്ടല് വരെ നരച്ചിട്ടോ? എനിക്ക് വേണ്ട. എന്നാ പിന്നെ ക്യാൻസൽ ചെയ്യാം. എന്താടാ? അല്ല, പിന്നെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്, പക്ഷെ ക്യാൻസൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ കാര്യം അറിയാനാ ഞാൻ വന്നത്. എന്നെ കെട്ടാൻ ആളുകൾ ക്യൂവിലുണ്ട്. അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കങ്ങനെ. നല്ല ചെത്ത് പയ്യന്മാര്, വക്കീലന്മാര്, എഞ്ചിനീയർമാര്, ഡോക്ടർമാര്. അതെ അതെ, ഊളംപാറയിലെ നല്ല ഒന്നാം തരം ഡോക്ടർമാര്. അവരാകുമ്പോ ഇവളുടെ മരുന്ന് മുടങ്ങില്ല. അതാര് വേണം ഞാൻ തീരുമാനിച്ചോളാം. ഓ ഉത്തമ. ഓ എടാ, എന്നെ എന്നും വിളിക്കാറുള്ള പെണ്ണില്ലേ? ഏത് പെണ്ണ്? ഇവൻ ഏത് കണ്ടത്ര ജാനു. ഓടാ അവിടുന്ന്. ജയേട്ടാ, എനിക്ക് ജയേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ജയേട്ടൻ കെട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും എന്ന് പറയുന്ന സുന്ദരി പെണ്ണ്, നമുക്ക് അവളെ അങ്ങ് ഉറപ്പിച്ചാലോ? ഉവ്വ്. ഈ തമാശ ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ മോന്ത കണ്ടിട്ട് ആര് വിളിക്കാൻ? ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊക്കെ ഒരു ഒത്ത് കിട്ടല. ഇതുപോലത്തെ ഒരു പെണ്ണിനെ ഇനി ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ തറവാട്ട് മഹിമയാണെന്ന് പറഞ്ഞു വരികയായിരുന്നു. പോലീസുകാരുടെ വൃത്തികെട്ട ബുദ്ധിയിലെ തലയ്ക്കകത്തുണ്ടാവുള്ളൂ.
കല്യാണം കഴിഞ്ഞിട്ടില്ല. പീഡന കേസിലാ ഒത്തൂട്ടോ. എന്താ ഏട്ടാ? ഹേയ് ഒന്നുമില്ല. ഇതെന്താ അമ്മ ഇവരിങ്ങനെ? ഞാൻ ആകെ പേടിച്ചു പോയില്ലേ? ഇവിടുന്ന് കീരിയും പാമ്പും പോലെ പോയവരാ, ഇപ്പതാ ചക്കരയും പീരയും പോലെ. അവര് ചെറുപ്പകാലം തൊട്ട് അങ്ങനെയാ, നീ അത് കാര്യാക്കണ്ട. എന്നാലും എനിക്കെന്തോ ഒരു മനസമാധാനം കിട്ടുന്നില്ലമ്മേ. നമുക്ക് ഈ കല്യാണം ഉടനെ അങ്ങ് നടത്തിയാലോ? എന്തിന്, നാളെ തന്നെ അങ്ങോട്ട് നടത്താം. എടീ, സാധനങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ടേ. മൊത്തം എത്ര പേര് കാണും? മൊത്തം ഇപ്പോ സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലൊക്കെ കൂടി വിളിച്ചു വരുമ്പോ പോലീസുകാർ ഒരു 20, 30, 40, 50, പിന്നെ അവരുടെ ഫാമിലിയൊക്കെ കൂടി ഒരു 100 എന്ന് കൂട്ടാം. പിന്നെ ഞാന്, നീയെ, അമ്മ, അമ്മാവനൊക്കെ കൂടി ഒരു 105. പിന്നെ അമ്മയുടെ പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടാവോ? കൂടെ പഠിച്ചവര്, ഫുഡടിക്കാൻ പാത്തിന് പല്ലക്കുള്ളവരെ. കണ്ണാ, ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് നടത്താൻ പറ്റുമോ? ജോത്സ്യനെ കാണണം, മുഹൂർത്തം കുറിക്കണം, അങ്ങനെ പലതുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാലേ നമുക്ക് ആ ജോത്സ്യന് ഇപ്പൊ തന്നെ പോയി കാണാം. ഇവന്റെ ഒരു കാര്യം. എന്താണ് പ്രായം കൊണ്ട് ഇളയതാണെങ്കിലും ഏട്ടന്റെ ഭാര്യ ഏട്ടത്തെയുമാ നല്ലത് വിളിച്ചൂടല്ലോ. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എപ്പോഴാ കല്യാണം? ഞാൻ ഇപ്പൊ റെഡി. പക്ഷെ ഞാനും റെഡി. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. തറ മാത്രമായിട്ടുള്ളൂ. അത് ശരി. സാർ നോക്കി. അമ്മേ, ജോത്സ്യനെ കണ്ടു, മുഹൂർത്തം കുറിച്ചു. ഇന്നേക്ക് 10-ാം നാൾ കല്യാണം. അതെ, ആദ്യം കല്യാണം വിളിക്കുന്ന അമ്മയാ. വലിയ ആളും ബഹളമൊന്നുമില്ല, ഒരു ചെറിയ പരിപാടി. അത് പോരാ. കേരളത്തിലുള്ള പോലീസുകാരെ മൊത്തത്തിൽ വിളിക്കണം. പന്തല് മുഴുവൻ കാക്കി കൊണ്ടാണ് നിറയണം. പറ്റിയ വൈകുന്നേരം ആമ്പട് പോലീസിന്റെ ഗാനമേളയും. ആണോ? എന്നാ പിന്നെ താലിയിട്ട് കഴിയുമ്പോ ഒരു ലാത്തി ചാർജും ആകാശത്തേക്ക് 2 റൗണ്ട് വെടി. അമ്മേ, നിങ്ങളൊക്കെ വന്നു വേണം ഈ കല്യാണം ഒന്ന് ഉഷാറാക്കി തരാം. ഇതിനു മുമ്പ് കല്യാണം കഴിച്ച് പരിചയമില്ലാത്ത ആളാണേ. ഇവരുടെ രണ്ടുപേരുടെയും ജാതകം നമുക്ക് ആ ജോത്സ്യന്റെ ഒന്ന് കൊടുക്കണം. ഈ വീട് പണി നമ്മൾ ചടപടാന്ന് അങ്ങോട്ട് തീർക്കുന്നു, എന്നിട്ട് ഈ 2 എണ്ണത്തിനും പിടിച്ചങ്ങോട്ട് കെട്ടിക്കുന്നു. ജാതകമൊക്കെ നേരത്തെ നോക്കിയതാ മോനെ, നല്ല ചർച്ച. ആണോടാ? ജാതകം നോക്കി മനസ്സുകൊണ്ട് കല്യാണം ഉറപ്പിച്ചു. മക്കൾ എത്ര വേണമെന്ന് വരെ തീരുമാനിച്ചു. എത്ര എണ്ണം വേണം? 1 എണ്ണോ? 10 എണ്ണം സാർ. ആണോടി? നമസ്കാരം. എത്രയായി? അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. അതെന്താടാ? അല്ല, ഈ വക സാധനങ്ങളൊക്കെ മേടിച്ചാൽ ഞങ്ങള് പോലീസുകാര് പൈസയൊക്കെ കൊടുക്കാൻ. ഇത് പോലീസുകാർ വാങ്ങിയതൊന്നും അല്ല, ഞാൻ വാങ്ങിയതാ. എന്താന്ന് വെച്ചാ കൊടുത്തിട്ട് വാ. ഇവിടെ കച്ചവടം തുടങ്ങിയ പിന്നെ ഇന്നേ വരെ പോലീസുകാരിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ നിനക്ക്? ഇല്ല. ഇതാ പിടിച്ചോ, എന്റെ കൈ നല്ല വർക്കത്താ. നമസ്കാരം. സുഖം തന്നെയല്ലേ? അങ്ങനെ പോണു. അങ്ങനെ വല്ലാതെ ദൂരം പോവില്ലല്ലോ അമ്മയും മോനും. ഒന്ന് നിന്നേ, പോകാൻ ധൃതി വെക്കാതെ കാര്യം പറയട്ടെ. വാമേ, പോവാം. അല്ലേ, ഈ കുന്നില് പോലീസ് ഏമാമാര് കുറെ വന്നിട്ടുണ്ട്. ഇവിടത്തേക്ക് വേണ്ടാത്തവരെ പറഞ്ഞയച്ചിട്ടുണ്ട്. മോന്റെ പോലീസ് കളി അത്ര നന്നല്ല. ഞങ്ങളുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി തല്ല, പുലിമുറ്റത്തെ മക്കള് ഗോതമ്പുണ്ട് തിന്നുന്ന സ്വപ്നം കാണാൻ. തിരിച്ച് നാട്ടിൽ പോകുമ്പോ തള്ളക്ക് ഒറ്റയ്ക്ക് പോയാൽ മതിയോ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? വെട്ടി തുണ്ടം തുണ്ടാക്കിയിട്ട് പുല്ലൂരാൻ ചോലയിൽ മീനിനെ തിന്നാനിട്ട് കൊടുക്കും.
തോന്നിയാസം കാണിച്ചാലോ നായിന്റെ മോനെ ഒന്നുകളയും ഞാൻ. അങ്ങോട്ട് കയറാൻ അമ്മ കയറ്. ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ ആളുകളെ കുറിച്ചും എന്നെക്കാളും ഞങ്ങൾ ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നവനല്ലേ നീ? വാക്കത്തേക്ക് മൂർച്ചയുണ്ടോ നോക്കാൻ വഴിയെ പോകുന്നവന്റെ കഴുത്ത് വെട്ടാൻ വരെ മഴയുടെ ബലം കണ്ടിട്ടോ. നിന്നെയായിരുന്നു അവിടെ വെച്ച് 2 പൊട്ടിക്കേണ്ടിരുന്നത്. എന്റെ ജയ ഒന്ന് നിർത്ത്. ആ ഇനി അമ്മയുടെ സപ്പോർട്ടും കൂടെ. ഈ കല്യാണത്തിന് തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ, എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ താഴ്വാരത്ത് എനിക്ക് പരിചയമുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ സൂപ്പർവൈസർ. ആഴ്ചയിൽ 1 2 ദിവസം വന്നു പോകാം. മനുഷ്യനായിട്ട് ജീവിക്കേ. മതി പോലീസ് സ്റ്റേഷനിലെ തരികടയും അങ്ങാടിയിലെ ജഗപുകയും. ഞാൻ പോവില്ല. എന്താ പറഞ്ഞേ? മുഖത്ത് നോക്കി വർത്താനം പറടാ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്ത് നോക്കി തന്നെ അവിടെ താഴെ അല്ല എന്റെ മോന്ത, അതാ ഇവിടെ. എന്റെ കണ്ണ നീയെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കെ. അവൻ കിടന്ന് തുള്ളട്ടെ. എന്റെ അമ്മയെ കുറിച്ചോ എനിക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പോക്കരിത്തരം പറഞ്ഞാൽ ഞാൻ തല്ലും. അതിന് എനിക്ക് ഒരു പോലീസിന്റെ പിൻബലവും വേണ്ട. ആ പേരിൽ എന്നെ ആരും നാട് കടത്തും വേണ്ട. നിന്നെ നാട് കടത്തണോ വേണ്ടത് ഞാൻ തീരുമാനിക്കും. നീ പോയിരിക്കും. ഇതെന്താ അമ്മ, ഇത് കാട്ടുപോത്തോ? ഒന്നും പറയരുത്, ഇഷ്ടം കൊണ്ട് പറയണതല്ലേ. എടുക്ക് എടുക്ക്, വേഗം എടുക്ക്. എന്തെടുക്കാൻ മനുഷ്യർ ചൊറിയാനും സമ്മതിക്കൂല പണ്ടാറം.